ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനേ സുന്ദരപാണ്ഡിപുരത്താണുള്ളത്. സുന്ദരപാണ്ഡിപുരം എവിടെന്ന് വെച്ചാൽ തെങ്കാശിയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ അകലെയായിട്ടാണ് ഉള്ളത്. എന്തിനാണ് ഈ സ്ഥലം മെയിനായിട്ട് ഫേമസ് എന്നൊന്നും മിക്കവാർക്കും അറിയാം. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ സൂര്യകാന്തി പൂക്കളെ കാണാം. അതിൻ്റെ വലിയ ഫാമിംഗ് നടക്കുന്ന ഒരു ഏരിയയാണ് സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്ന സ്ഥലം. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു വഴിയാണ്. വഴിയിലിങ്ങനെ നമ്മൾ കാർ ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും കാണുന്നില്ല, പക്ഷേ ഇവിടെ എല്ലാം ഫാം ചെയ്യാൻ വേണ്ടി കുറേ ട്രാക്ടർ വച്ചൊക്കെ ഇത് ഉഴുതിട്ടിട്ടുണ്ട് ഫാം ചെയ്യാൻ വേണ്ടി. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സൂര്യകാന്തി പൂക്കളെ ഒന്നും കാണുന്നില്ല. എന്നാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന്. ഒരു വണ്ടി താഴേക്ക് ഇറക്കുന്നുണ്ട്. അവരിത് കാണാൻ വേണ്ടി വന്ന ആളുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പയ്യെ പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവർ വണ്ടി താഴേക്ക് ഇറക്കുന്നത്. അവിടെ തന്നെ നമുക്കും കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. അല്ലാതെ വേറെ സ്ഥലമൊന്നുമില്ല പാർക്ക് ചെയ്യാൻ. ഓക്കെ, രണ്ട് സൈഡും വേണ്ടോ. താഴേക്ക് നോക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ കിടപ്പുണ്ട്, ഒരു തടാകം പോലെ. ഈ സൈഡിലേക്ക് നമ്മൾ പയ്യെ വണ്ടി ഇറക്കാം. ഇതൊക്കെ ഒരു കൃഷി സ്ഥലങ്ങളാണ് മൊത്തം. സുന്ദരപാണ്ഡിപുരം എന്ന് പറഞ്ഞാൽ കൂടുതലും കൃഷി സ്ഥലമാണ്. ഇത് ദൂരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കങ്ങോട്ട് പോകാം. വണ്ടി നമുക്കങ്ങനെ ഇവിടെ സൈഡാക്കിയിട്ട് നമുക്കങ്ങ് ഇറങ്ങി മുന്നോട്ട് പോകാം. നമ്മൾ നടന്നു പോവുകയാണ്. ഇതേ കാണുന്നതാണ് സൂര്യകാന്തി പൂക്കളുടെ ഫാം കേട്ടോ. നമുക്കങ്ങ് മുന്നോട്ട് പോകാം. നല്ല ചെറിയ റോഡാണേ, നല്ല ഭംഗിയാണ്. ദൂരേക്ക് നോക്കുമ്പോൾ നല്ല രസമായിട്ടിരിപ്പുണ്ട്. ഈ സൂര്യകാന്തി പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് നല്ല പോലെ നിൽപ്പുണ്ട്. അങ്ങോട്ട് നല്ല തെങ്ങും തോപ്പൊക്കെയാണേ. അതേ കണ്ടോ, സൂര്യകാന്തി പൂക്കളുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. കണ്ടോ, അടിപൊളി, നല്ല രസമുണ്ട്. മൊത്തം ഒരു പാടം പോലെ ഫുള്ള് പൂത്ത് നിൽക്കുകയാണേ. നല്ല ഭംഗിയുണ്ട് ഇവിടെ. ഇതാണ് അതിമനോഹരമായ ദൃശ്യമാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യകാന്തി പൂക്കൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക കേട്ടോ. സൈഡിലേക്കാണ് തിരിഞ്ഞ് നിൽക്കുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ. എല്ലാവരും വരിക ഈ സ്ഥലം കാണാൻ കേട്ടോ. നല്ല രസമുണ്ട്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കണ്ണിന് ആസ്വാദികരമായിട്ടുള്ള ദൃശ്യമാണ്. സൂര്യകാന്തി പൂക്കളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കാണുന്നില്ല. ഈ ഏരിയയിൽ മാത്രമേ ഉള്ളൂ സൂര്യകാന്തി പൂക്കൾ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഫാമിംഗ് നടക്കുന്നില്ലെന്ന് ആണ് പറയുന്നത്. അത് ഒരു ടൈം ആകുമ്പോഴാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഏരിയയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഉള്ളിലേക്കൊരു പാടം പോലെ ഫുള്ള് സൂര്യകാന്തി പൂക്കൾ. ഇവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട്. ഇതിൻ്റെ ഇവിടെയുള്ളൊരു ജോലിക്കാരിയാണെന്ന് പറയുന്നത്. ഉണ്ടോ, ഒരു തെങ്ങും തോപ്പാണ് അങ്ങോട്ടെ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോടെയൊക്കെ പോയി ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ കഴിയും. പക്ഷേ ഇവരിതിന് ക്യാഷ് ചാർജ് ചെയ്യുമെന്നാണ് പറയുന്നത്. 100 രൂപ വെച്ച് വേണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം വരുന്ന സഞ്ചാരികളൊക്കെ ഇത് വന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല ക്ലിയർ സ്കൈ ആണ്. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാം നല്ല സൗകര്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും വരിക. തെങ്കാശി ഡിസ്ട്രിക്റ്റിലാണ് ഈ സുന്ദരപാണ്ഡിപുരം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ ഇവിടെ എത്താനാണെങ്കിൽ കേരളത്തിൽ നിന്ന് പുനലൂരിൽ നിന്നും വന്നാൽ മതി.